നമസ്കാരം. ഞാൻ അനൂസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അതായത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഓവനോ ബീറ്ററോ മെഷർമെൻറ്റ് കപ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നത് മിക്സി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പ്ലം കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാനിത് നന്നായിട്ട് അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാനിൻ്റെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ടൈം എടുക്കും. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മളുടെ ഷുഗർ സിറപ്പ് കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കയ്യിൽ തെറിക്കാതെ ദൂരേക്ക് മാറി നിന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മാത്രം കേക്കിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതും സ്റ്റവ് ടോപ്പിലാണ് ഈ കേക്കും ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്, ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് മൈദ. അപ്പം നിങ്ങൾ ഇനി അടുത്ത് പഞ്ചസാരയും ഓയിലും ഒക്കെ എടുക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ എടുക്കുന്നത്, ഏത് അളവിലാണോ എടുക്കുന്നത്, അതിലായിരിക്കണം എല്ലാ മെഷർമെൻറ്റും എല്ലാ സാധനങ്ങളും എടുക്കാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ടീസ്പൂൺ എന്ന് പറയുന്നത് നമ്മളുടെ ചെറിയ സ്പൂൺ ഉണ്ടല്ലോ, അതാണ് ടീസ്പൂൺ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ഞാൻ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 നുള്ള്. പിന്നെ 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് റെക്കോർഡ് ആയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ സ്പൈസസിൻ്റെ പൗഡറാണ്. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അത് 3 കൂടെ പൊടിച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 1-2 തവണ ഒരു 2-3 തവണ അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം നല്ലത്. ഇപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ക്യാരറ്റ്, 1 ക്യാരറ്റ് അല്ല, സോറി, 1 ഗ്ലാസ് ക്യാരറ്റ്, അതായത് 3/4 ഗ്ലാസ് തൊട്ട് 1 ഗ്ലാസ് വരെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് തികച്ചില്ല. നിങ്ങൾക്ക് 1 ഗ്ലാസ് വരെ എടുക്കാം കേട്ടോ. ഏത് ഗ്ലാസ്സിനാണോ മൈദ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ക്യാരറ്റും എടുക്കാം. അപ്പോൾ അത്രയും ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണിത്. പിന്നെ വേണ്ടത് ഒരു 10 ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 ആൽമണ്ട്സും 5 കാഷ്യൂനട്ട്സാണ്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മൈദ കൊണ്ട് ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം. അതായത് 1-2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ താഴെ ഭാഗത്ത് പോയി അടിഞ്ഞു കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ഇട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബാക്കി ബാറ്ററൊക്കെ റെഡിയാക്കുന്നത് മിക്സിയിലാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക്
ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗ്ലാസ്സിനാണ് മൈദയൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുട്ട മതിയാവും. മുട്ടയുടെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും കാണത്തില്ല, ആ ഒരു ഫ്ലേവർ വരില്ല. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ മൈദ എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര. എനിക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര മധുരം ഓക്കെയാണ്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1/4 ഗ്ലാസ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ ഒരു 1/4 ഗ്ലാസ്. ഇനി ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തവി ഉപയോഗിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അത്രയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്, അത് സ്പൈസസിൻ്റെ കളറാണ് കേട്ടോ. ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ നമ്മൾ അടിക്കുന്ന കൂട്ടത്തിൽ ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഡേറ്റ്സ്, പിന്നെ ആൽമണ്ട്സ്, കാഷ്യൂനട്ട്സ് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു റൗണ്ട് ഷേപ്പിനുള്ള കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണേലും എടുക്കാം കേട്ടോ. നമ്മൾ ഓവനിലല്ലല്ലോ ബേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഏത് പാത്രം വേണേലും എടുക്കാം. പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന മൈദ തട്ടിക്കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ഞാൻ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം, അത് മറക്കരുത്. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ച് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 40-45 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്യണം. എത്രത്തോളം സമയം എടുത്തെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയെന്ന് നോക്കാനായിട്ട് മിഡിൽ ഭാഗത്ത് വേണം നമ്മളൊന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാനായിട്ട്. അവസാനം വേകുന്നത് മിഡിൽ ഭാഗമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 50 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എന്താ പറയുക, സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും. അപ്പം സ്ക്യൂറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നടുഭാഗത്ത് കുത്തി നോക്കുക. അപ്പോൾ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക്
നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ. എപ്പോഴും കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെറിയ ചൂടോട് കൂടിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്